കൊടാലിയിൽ പാമ്പ് കടിയേറ്റ സഹോദരങ്ങളുടെ വീടിന്റെ തറയുടെ ഒരു ഭാഗം ഇപ്പോൾ പൊളിച്ച് പരിശോധിക്കും എന്നാണ് അറിയുന്നത്. തുടർച്ചയായി പാമ്പിനെ കാണുന്ന പശ്ചാത്തലത്തിലാണ് പൊളിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുന്നത്. പാമ്പിനെ പിടികൂടുന്ന പരിചയസമ്പന്നരായ ആളുകൾ രാവിലെ പരിശോധന നടത്തും. നമ്മുടെ റോഷിനെ പോലെയുള്ളവർ. ബാത്റൂമിന്റെ പൈപ്പിനകത്തുകൂടെ പാമ്പ് കടക്കുമോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. ജെയ്സണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊടാലിയിൽ നിന്ന്. ചൂട് സമയമാണ്, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടാവാം. അതൊന്നുകിൽ വീടിന് പുറത്ത് അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഏതെങ്കിലും തണുപ്പുള്ള പ്രദേശത്തായിരിക്കും. ആ മാളം തേടി തണുപ്പുള്ള സ്ഥലം തേടി കുഞ്ഞുങ്ങൾ പോവുകയും ചെയ്യും, പാമ്പിൻ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ എന്താണ് വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്? 4 വെള്ളിക്കെട്ടന്റെ കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർച്ചയായിട്ട്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ജെയ്സൺ. അരുൺകുമാർ, 4 അല്ല 5 പാമ്പുകളെയാണ്, ശംഖുവരൻ പാമ്പുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു പാമ്പ് കടിച്ചാണ് ഒരു 8 വയസ്സുകാരൻ മരിക്കുന്നത്. അതിനുശേഷം ആ മരിച്ച കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ മുന്നോടിയായി വീട്ടിലെത്തിയപ്പോൾ വീണ്ടും പാമ്പിനെ കാണുന്നു. അതിനുശേഷം തുടർച്ചയായി പാമ്പിനെ കാണുന്നു. ഇന്നലെ രാത്രി 7:30-ക്കും അതുപോലെ തന്നെ 10 മണിക്കും 2 തവണകളിലായി ശംഖുവരൻ പാമ്പിനെ കണ്ടു. അതോടുകൂടിയാണ് വനം വകുപ്പിന്റെ സർപ്പ ടീമിനെ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് തന്നെ കുട്ടി മരിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി ആ പരിസരം മുഴുവൻ, ഈ വീടിരിക്കുന്ന പരിസരം മുഴുവൻ കാടുപടലങ്ങളൊക്കെ വെട്ടി തെളിച്ച് തീയിട്ടതാണ് ആ പരിസരം മുഴുവൻ. എന്നിട്ടും പാമ്പ് അവിടെ ഉണ്ട് എന്നത് ആണ് പ്രധാന പ്രശ്നം. അത് വീടിനകത്ത്, അതായത് ഈ ക്ലോസറ്റ് വഴി കയറുമ്പോൾ ആ പരിസരത്ത് എവിടെയോ പാമ്പ് കാര്യമായി മുട്ടയിട്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലോസറ്റിൻ്റെ ഉള്ളിലൂടെയാണ് കയറി വരുന്നത് എന്ന സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർപ്പ ടീം വന്ന് പരിശോധിച്ച് ആ ഭാഗം പൊളിച്ചു നീക്കി വിശദമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഭയപ്പെടുത്തുന്ന, ആ വീട്ടുകാരെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തുടർച്ചയായി പാമ്പുകളെ ആ വീട്ടിൽ കാണുക എന്നത് ഒരിക്കലും അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സമീപ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കിയതാണ്, എന്നിട്ടും കണ്ടില്ല. അപ്പോൾ ഈ വീടിൻ്റെ തറയുടെ സമീപത്ത് എവിടെയോ ഒരു ഹോളിൽ വലിയ തോതിൽ ഈ പാമ്പുകൾ മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് സൈഡ് ഡ്രൈനേജിലൂടെയൊക്കെ പോകുന്ന ഈ ഹോളിലൂടെ, അതായത് പൈപ്പിനകത്തുകൂടെ ഈ ക്ലോസറ്റിനകത്തെ കയറും. അത് അത്തരത്തിലുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏകദേശം 9:30-ഓടുകൂടി ടീം എത്തും. അവർ അത് വിശദമായ പരിശോധന നടത്തി പൊളിക്കേണ്ടതാണെങ്കിൽ പൊളിക്കും. അത്തരം നടപടിയിലേക്ക് കടക്കുന്നതായിരുന്നു.